തുടങ്ങട്ടെ മിസ്സേ? ഞാൻ തുടങ്ങാം. മാതാവി പിന്നെ ഞാൻ മിഴിനീരോടി എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവി പിന്നെ ഞാൻ ഓർക്കും മിഴിനീരോടി വ്യാകുല മാതാവി പിന്നെ ഞാൻ കണ്ടത് ആദ്യമൻ കൺകളിലായി പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലായി എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ നോക്കുന്നു മിഴിനീരോടെ പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിൽ ആയിരുന്നു. പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലായിരുന്നു. സഹനത്തിൻ ശരിയാത്തൊരമ്മൻ ഹൃദയ സ്പന്ദനമത് കേട്ടിരുന്നു. എന്റെ പ്രാർത്ഥന താളമതായിരുന്നു. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. Okay. Thought of the day ആരെങ്കിലും പറയുന്നുണ്ടോ? അതെ മാം പറയുന്നുണ്ട്. രേവതിയാണ്. Virtually nothing is impossible in this world. If you just put your mind to it and maintain a positive attitude. I repeat, virtually nothing is impossible in this world. Just put your mind to it and maintain a positive attitude. Ma'am, hello. Kekama ma'am, clear aanu ma'am? Clear. Good afternoon ma'am. Good afternoon friends. Okay, good afternoon. നിങ്ങൾക്ക് ക്ലിയർ ആയി കേൾക്കാമോ ഞാൻ പറയുന്നത്? യെസ് മാം. കേൾക്കാം മാം. എന്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നം പറ്റിയിരിക്കുകയാണ്. ക്ലാസ് സിസ്റ്റം നോക്കിയിരുന്നിട്ട് സ്ട്രെയിൻ ചെയ്തിട്ട് പറ്റിയിരുന്നതാണ്. ഒരു കുരു പോലെ വന്നിരുന്നു കണ്ണിനുള്ളിലായിട്ട്. ഇവിടെ തേഴ്സ്ഡേ വന്നതാണ്. പക്ഷെ ഇപ്പൊ ഡോക്ടറിനെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് സിസ്റ്റത്തിൽ നിന്ന് ആ റിഫ്ലക്ഷൻ വന്നിട്ടാണ് ആ ഒരു റേസ് ഉണ്ടല്ലോ നമ്മുടെ സിസ്റ്റത്തിന്. ഒരു ബ്രൈറ്റ്നെസ്സിന് ചെറിയൊരു റേസ് നമ്മുടെ കണ്ണിലേക്ക് അടിക്കുന്നതാണ് ഡോക്ടർ പറയുന്നത്. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ട് മൂലം കണ്ണിങ്ങനെ വീർത്തിരിക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് കണ്ണ് കാണുമ്പോഴും വിചാരിക്കരുത്. ഇല്ല മാം, അത് കുഴപ്പമില്ല. ഇല്ല മിസ്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും സിസ്റ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിപ്പോ 2 വർഷത്തോളം മെഡിസിൻ ഒക്കെ വെച്ചാൽ 2 ആഴ്ചത്തോളം നമ്മൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. 2 ആഴ്ച കഴിഞ്ഞ് റെറ്റിന ചെക്ക് ചെയ്യാൻ കണ്ണിന്റെ റെറ്റിനയില് റേസ് ഏറ്റിട്ടുണ്ടോ എന്ന് നോക്കാനൊരു ടെസ്റ്റ് ഉണ്ട്. അത് കൂടി നോക്കിയിട്ട് വേണം കോണ്ടാക്ട് ലെൻസ് വെക്കാൻ പറഞ്ഞു. മാം സിസ്റ്റം നോക്കുമ്പം എന്താ കണ്ണാടി വെച്ചുകൂടാ മാം? ഭയങ്കര ബുദ്ധിമുട്ട്. 2-3 ദിവസം ഉറങ്ങാനും പറ്റുന്നില്ല. ഇതിങ്ങനെ കണ്ണിലിങ്ങനെ വന്നിട്ട് വല്ലാത്തൊരു ഇറിറ്റേഷൻ. നമുക്ക് ചൊറിച്ചിലൊന്നല്ല, പക്ഷെ ഒരു ഭാരം ഒരു സൈഡില്, റൈറ്റ് സൈഡാണ്. ഞാൻ ഈ PDF ഒന്ന് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാട്ടോ. അതെനിക്ക് എപ്പോഴും അറിയണം, ഏതെങ്കിലും ഒരു ബാച്ചസ് തീരാറാവുമ്പോ എന്തെങ്കിലും ഒരു വയ്യായ്ക വരാറുണ്ട്. ഏതെങ്കിലും ഒരു ബാച്ച് തീരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരും. ചിലപ്പോ എനിക്ക് കുറെ ദിവസം ക്ലാസ്സിൽ കയറാൻ പറ്റാറില്ല, അങ്ങനെയൊക്കെയാ. പക്ഷെ ഇന്നിപ്പോ നിങ്ങൾക്ക് തീർക്കണമെന്ന് ഞാൻ വന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഈ ഒരു മാസം കഴിയുമല്ലോ. PDF എല്ലാവരെയും കാണാമോ? നോക്കി.
കാണാം. കാണാമോ? കണ്ണു കാണാമോ? യെസ് മാം. നമ്മുടെ മൂവ്മെന്റ് കുറച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു അല്ലേ? പാരഗ്രാഫ് ഉണ്ടാവും. ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞായിരുന്നു. ഏഹ് ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ചൊന്ന് തുടങ്ങിയായിരുന്നു. ഇൻട്രൊഡക്ഷൻ ഒരു 2-3 പാരഗ്രാഫിൽ കൂടിയാണ് പോയത് നമ്മള്. ഇപ്പൊ നമ്മൾ മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു ചലനമാണ് അല്ലെ. ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പോയിന്റ് അവിടെ പറയുന്നുണ്ട്, ക്രിപ്റ്റിക് പവർ. ഇത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ക്രിപ്റ്റിക് പവർ എന്ന് പറയുന്ന വാക്ക്. ക്രിപ്റ്റിക് പവർ ഒരു നിഗൂഢ ശക്തി എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. മലയാളത്തിൽ നമ്മൾ അതിനെ പറയുന്നത്, അതായത് നമ്മളിൽ മൂവ്മെന്റ്സ് നടക്കുന്നത് നമുക്ക് ഒരിക്കലും ആർക്കും മൂവ്മെന്റ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലെ. എങ്ങനെ മൂവ് ചെയ്യണമെന്ന് കാണിച്ചൊക്കെ കൊടുക്കാൻ പറ്റിയാൽ പോലും എന്താണ്, അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വന്നാൽ മാത്രമല്ല അത് മൂവ്മെന്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഒരാൾക്ക് ഒരു നടക്കുന്നത് എങ്ങനെയാണ്, പിടിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റും. പക്ഷെ അത് ആ വ്യക്തിയിൽ നിന്ന് വരണം അല്ലെ. ഞാൻ ഉറങ്ങിയല്ല കേട്ടോ, ഇടയ്ക്ക് കണ്ണടയ്ക്കുന്നത് വേദന എടുത്തിട്ടാണ്. നമ്മുടെ ആ ഒരു ഉള്ളിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഉടലെടുക്കുമ്പോൾ മാത്രമാണ് അത് മൂവ്മെന്റ് ആയിട്ട്, അതിൽ ചലനമായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ശരിയല്ലേ? നമുക്ക് ഒരിക്കലും മൂവ്മെന്റ്സ് ആർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല. പഠിപ്പിച്ചു കൊടുത്താൽ പോലും എന്താണ്, അത് അയാളുടെ എഫേർട്ടിലാണ് അത് വരുന്നത്. അപ്പൊ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മള് ഇതൊരു ക്രിപ്റ്റിക് പവർ ആണെന്നാണ് പറയുന്നത്. കാരണം നിഗൂഢമായ ഒരു ശക്തിയുടെ അപ്പുറത്തു നിന്നോ അല്ലെങ്കിൽ നിഗൂഢമായ ശക്തിയുടെ ഫലമായിട്ടാണ് കുട്ടികൾ എന്ത് ഉടലെടുക്കുന്നത്, മൂവ്മെന്റ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, അതങ്ങനെ ലിറ്റിൽ ബൈ ലിറ്റിൽ, അതായത് വളരെ പതിയാണ് ഈ മൂവ്മെന്റ്സ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് അല്ലെ. ഒരു കുഞ്ഞിന്റെ ചലനം മുതൽ അവൻ വരുന്ന അവന്റെ ആക്ടിവിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം പെട്ടെന്നാണ് കുട്ടി ഇപ്പൊ പെട്ടെന്ന് ഒരു ദിവസം നോക്കുന്ന സമയത്തല്ലേ കുട്ടി കമർന്ന് എടുക്കുന്നത് നിങ്ങൾ കാണുന്നത് അല്ലെ. പെട്ടെന്നൊരു ദിവസമാണ് നമ്മളത് കാണുന്നത്. ശരിയല്ലേ പറഞ്ഞത്? നമ്മൾ ഇത്രയും ദിവസം നോക്കിയെങ്കിലും പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ കുഞ്ഞ് കമിഴാനായിട്ടുള്ള ആ ഒരു ചലനം, ആ ഒരു കമന്ന് കിടക്കാനായിട്ടുള്ള ഒരു മൂവ്മെന്റിലേക്ക് എത്തും. പിന്നെ പതിയെ പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ എന്താണ്, പിടിച്ചിരിക്കാൻ നോക്കുന്നു, ഇരിക്കാൻ നോക്കുന്നു. ഇതൊക്കെ എന്താണ്, ക്രിപ്റ്റിക് പവറിന്റെ ഭാഗമായിട്ട്, അതായത് എന്തോ ഒരു നിഗൂഢ ശക്തി നമ്മളുടെ ഉള്ളിലുണ്ട് അല്ലെ. ആ ഒരു പവർ മൂലമാണ് എന്താ, അതായത് ഈ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ പേശികളിൽ ഉണ്ടാവുന്ന ചലനം മൂലം കൂടിയാണ് എന്താ നമ്മളിൽ ചലനം ഉടലെടുക്കുന്നത്. ഓക്കെ, ഈ ചലനമാണ് പിന്നീട് അങ്ങോട്ട് എന്താണ് ഒരു വലിയ മനുഷ്യനാക്കിയത്. നമ്മൾ മൂവ് ചെയ്താണ് നമ്മളിൽ ചലനം ഉണ്ടായാണ് നമ്മൾ എന്തായി മാറുന്നത്, ഒരു മനുഷ്യനായ ഒരു ഹ്യൂമൻ ബീങ്സിലേക്കുള്ള ആ ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നത് കേട്ടോ. ഇനി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൂവ്മെന്റ്സിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് എന്താണ്? അവന് ചലിക്കാനുള്ള ഏറ്റവും ഒരു ആയുധം എന്ന് പറയുന്നത് എന്താണ്? ഹാൻഡ്സ് ആണ് അല്ലെ, കൈകളാണ്. മോണ്ടിസോറി അഭിപ്രായപ്പെടുന്ന അതാണ് മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ അല്ലെങ്കിൽ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറയുന്നത്. ബുദ്ധി അതായത് നമ്മുടെ കൈകളിലൂടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അല്ലെ. നമ്മൾ അത്രത്തോളം ലെഗ്സ് ഉപയോഗിക്കുന്നില്ല, കൈകളാണ്, ഹാൻഡാണ്. എന്ത്, ഹാൻഡ്സ് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻസ് ഇന്റലിജൻസ് എന്നാണ് മോണ്ടിസോറി അഭിപ്രായപ്പെടുന്നത്. ആ വാക്കൊന്ന് അണ്ടർലൈൻ ചെയ്തേ. ലാസ്റ്റ് പാരഗ്രാഫിലെ 142 പേജിലും 143 അത് കിടക്കുന്നത്. The hands are the instruments of man's intelligence. ഉണ്ടോ? ഓക്കെ, അണ്ടർലൈൻ ചെയ്യാട്ടോ. വൈവയൊക്കെ എങ്ങനെ പോകുന്നു നിങ്ങൾക്ക്? വൈവ കുഴപ്പമില്ല? കുഴപ്പമില്ല. തീർന്നെന്ന് തോന്നുന്നു. കുറച്ചുകൂടെ ഉള്ളെന്ന് തോന്നുന്നു ഇനി ആൾക്കാരെ. ഓൾമോസ്റ്റ് കുറെ കഴിഞ്ഞെന്ന് തോന്നുന്നു. കുറച്ച് പേരെ ഉള്ളെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നുണ്ട്? നല്ലതായിട്ട് പോയി. നിങ്ങൾക്ക് എങ്ങനെ? ഓക്കെ, ശരി. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക കേട്ടോ. മനുഷ്യന്റെ ഹാൻഡ്സ് ആർ ദി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മാൻ ഇന്റലിജൻസ്. അപ്പൊ മനുഷ്യന്റെ ഇന്റലിജൻസിന്റെ ആ ഒരു ഇൻസ്ട്രുമെന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന എന്തെയാണ്? ഹാൻഡ്സ് ആണെന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മളുടെ ശരീരത്തിൽ ഉപയോഗിക്കുന്ന ഒരു അവയവം എന്ന് പറയുന്നത് ഏതാണ്? നമ്മള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ കൈകളാണ്. എല്ലാ കാര്യത്തിനും നമ്മള്
കൈകളാണ് ഉപയോഗിക്കുന്നത്. ചിലർ ഏതെങ്കിലും ഒരു കോർഡിനേഷൻ ആയിരിക്കുള്ളൂ, ഏതെങ്കിലും റൈറ്റോ ലെഫ്റ്റോ ഏതെങ്കിലും ഒരെണ്ണം കൂടുതൽ യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാൽ പോലും എന്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകളാണ് അല്ലെ. യെസ്. അപ്പൊ ചലനത്തിന് ഇപ്പൊ നമുക്കിപ്പോ ഇപ്പൊ ഇതെല്ലാം തന്നെ ഇപ്പൊ കൈകൾ മൂവ് ചെയ്യുന്നതാണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കുള്ള സിഗ്നൽസ് പുറപ്പെടുവിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രെയിനിൽ നിന്നാണ് അല്ലെ. അപ്പൊ ബ്രെയിൻ നൽകുന്ന ഒരു സിഗ്നൽ മൂലമാണ് കൈകാലുകൾ അല്ലെങ്കിൽ നമ്മുടെ പേശി ചലനങ്ങളിൽ ഉണ്ടാകുന്ന ആ ഒരു വേരിയേഷൻസ് സംഭവിക്കുന്നത്. ഇനി the human hands allows the mind to reveal itself. It enables the whole being to enter into a special relationship with its environment. His hands are under the guidance of his intellect transform this environment and thus enables him to fulfill his mission in the world. The education of the movement is very complex as it must coincide with all the coordinated movement which the child has to enact in his physiological organism. ഇനി ഹ്യൂമൻ ഹാൻഡ്സിനെ കുറിച്ച്, മനുഷ്യന്റെ കൈകളെ പറ്റി നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ഈ ഒരു ചുറ്റുപാട് മുഴുവൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആരുടെ കൈകളുടെ അടിസ്ഥാനത്തിലാണ്? മനുഷ്യ നിർമ്മിതമാണ് അല്ലെ. പല കാര്യങ്ങളും മനുഷ്യന്റെ ആ ഒരു കൈകൾ കൊണ്ടാണ്. അതായത് നമ്മുടെ എൻവയോൺമെന്റിൽ ചുറ്റിപ്പെട്ടിരിക്കുന്ന എല്ലാത്തരം വസ്തുതകളും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ആര് മൂലമാണ്? മനുഷ്യരാണ്. അല്ലെ. മനുഷ്യരെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, പല ആസ്പെക്ട്സുകൾ നോക്കി. അതായത് ഹ്യൂമൻ ബീയിങ്സിന്റെ എന്താണ് കാൽപാദം എത്താത്ത അല്ലെങ്കിൽ കൈമുദ്ര പതിക്കാത്ത ഒരിടം പോലും ഇല്ല അല്ലെ. ഇതെല്ലാം എന്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇതൊക്കെ ഉണ്ടാകാൻ സാധിച്ചത്? നമ്മളിലുള്ള ചലനങ്ങൾ മൂലമാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഒരിക്കലും നമ്മുടെ പേശികളോ നമ്മുടെ ബോഡി മൂവ്മെന്റ്സോ ഒന്നിനും ഒരു ചലനം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ഈ ഭൂമി തന്നെ നിശ്ചലമായിരുന്നേനെ അല്ലെ. മനുഷ്യനെ സൃഷ്ടിച്ച ആ ഒരു പോസിറ്റീവ് എനർജിയിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചലിക്കാനായിട്ടുള്ള ഒരു എന്തുണ്ടായത്? ആ ഒരു പ്രവണത, ആ ഒരു ടെൻഡൻസി ഉടലെടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പൊ എൻവയോൺമെന്റിൽ നടക്കുന്ന എല്ലാത്തരം കാര്യം, അതായത് നമ്മുടെ പരിസ്ഥിതിയെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും രൂപപ്പെടുത്താനായിട്ട് സഹായിച്ചത് മനുഷ്യന്റെ കൈകൾ തന്നെയാണ്. ഓക്കെ. യെസ്. ഇനി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് വരികയാണെങ്കിൽ നമുക്കറിയാം, ഇപ്പൊ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷന്റെ പ്രത്യേകത എന്താണ്? എങ്ങനെയുള്ള ഒരു പഠനമാണ് നമ്മൾ ഇതിൽ സാധ്യമാക്കുന്നത്? എങ്ങനെയുള്ള ഒരു പഠനമാണ്? ആക്ടിവിറ്റി ബേസ്ഡ് ആണ് അല്ലെ. അപ്പാരറ്റസ് ബേസ്ഡ് ആണ്, മെറ്റീരിയൽസ് ബേസ്ഡ് ആണ് നമ്മൾ അല്ലെ. യെസ്. അപ്പൊ അവിടെ എല്ലാം നടക്കുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? ഏറ്റവും കൂടുതൽ നടക്കുന്നത് മൂവ്മെന്റ് ആണ് അല്ലെ. ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ കുട്ടികൾ വളരെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാണ് അല്ലെ. യെസ്. ഓക്കെ. അപ്പൊ ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നമ്മുടെ എഡ്യൂക്കേഷൻ ഫീൽഡില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തില് അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ച് അവന്റെ ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എഡ്യൂക്കേഷൻ ഫീൽഡിലേക്ക് എത്തുന്ന സമയം മുതൽ അവന്റെ മുന്നോട്ടുള്ള വഴികളിൽ അവനെ ഏറ്റവും കൂടുതൽ അവന് മുൻതൂക്കം കൊടുക്കുന്ന എന്താണ്? അവന്റെ മൂവ്മെന്റ്സ് ആണ്. അതായത് അവന്റെ ഓരോ ഏജ് കഴിയുന്നതിനനുസരിച്ചിട്ട് എന്താണ് അവനക്ക് മാനസികമായും ശാരീരികമായിട്ടും എന്ത് സംഭവിക്കുന്നുണ്ട്? മൂവ്മെന്റ്സുകൾ ഉണ്ടാകും. മനസ്സിന്റെ ചലനം മൂലം മനസ്സിന്റേതായിട്ടുള്ള ആ ഒരു കോർഡിനേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു കണക്ഷൻസ് മൂലമാണ് എന്ത് ശരീരത്തിൽ ഉണ്ടാകുന്ന പല ചലനങ്ങളും സാധ്യമാകുന്നത്. ഓക്കെ. ഇനി നമ്മൾ ഈ വഴിയിൽ നിന്ന് പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റിലേക്കാണ് കേട്ടോ. അതിന്റെ ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റിലേക്കാണ്. എന്താണ് മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ്? മൂവ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ പിള്ളേരെ? ഇപ്പൊ നമ്മുടെ ട്രഡീഷണൽ ടീച്ചർ ഇതൊന്നും വായിക്കുന്നില്ല കേട്ടോ, എനിക്കിത് നോക്കാനേ പറ്റുന്നില്ല. നമ്മുടെ ട്രഡീഷണൽ ക്ലാസ് റൂം എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ക്ലാസ്സുകളിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത്? നമ്മുടെ നോർമൽ സ്കൂളുകൾ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? ലെക്ചറൽ ക്ലാസ് കുട്ടികൾ ഡെസ്കും ബെഞ്ചിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യാണ് അല്ലെ. ആണോ? ശരിയല്ലേ? അതായത് ട്രഡീഷണൽ ക്ലാസ് റൂമിൽ ഒരു ഡെസ്ക് മേശയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഡെസ്കിന്റെ ഉള്ളിൽ അതിനകത്ത് അവരെന്താണ് അതിനുള്ളിൽ ഓറിയന്റഡ് ആയിട്ട് ഇരിക്കുകയാണ് അല്ലെ. പക്ഷെ MT സ്കൂളുകൾ അല്ലെങ്കിൽ മോണ്ടിസോറി സ്കൂളുകളാണെങ്കിലോ നേരെ അവിടെ ആക്ടിവിറ്റിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നു അല്ലെ. കുട്ടികളെ അവർക്ക് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ എന്ത് കൊടുക്കുകയാണ്? അവർക്ക് ഏറ്റവും ഫീൽ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കുകയാണ് അല്ലെ. ട്രഡീഷണൽ ക്ലാസ് റൂമിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിഫറൻസ് എന്തിൽ വരുന്നുണ്ട്? മോണ്ടിസോറിയിൽ വരുന്നുണ്ട്. അപ്പൊ മോണ്ടിസോറി എന്ന കോഴ്സിലാണ് ഏറ്റവും കൂടുതൽ മൂവ്മെന്റ്സിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലെ.
യെസ്, അതായത് ഒരു പ്രിപ്പയർഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിലേക്ക് കുട്ടികളെ മൂവ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമാണ് മോണ്ടിസോറി കോഴ്സസിൽ നമുക്ക് അല്ലെങ്കിൽ മോണ്ടിസോറി ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് സാധ്യമാവുന്നത്. കാരണം നമുക്കറിയാം കുട്ടികൾ ഇത്രയും മെറ്റീരിയൽസ് ഇഷ്ടത്തോടെ ചൂസ് ചെയ്യാൻ അല്ലെ. നിങ്ങളിപ്പോ പ്രാക്ടിക്കൽ ഉണ്ടപ്പോ നിങ്ങൾ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് നിങ്ങൾ പോയല്ലേ എടുത്തത്. അത് തന്നെയാണ് നമ്മൾ ആ ക്ലാസ് റൂംസിലും ചെയ്യുന്നത്. ഓൾറെഡി മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്, കുട്ടികൾക്ക് ഇഷ്ടമുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനും അവർക്ക് അവരുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ച് അവർക്ക് അത് മാനിപ്പുലേറ്റ് ചെയ്യാനായിട്ടും അവർ തന്നെയാണ് അത് ശ്രമിക്കുന്നത്. അപ്പൊ അവിടെ ഒരു ഫ്രീഡം കൊടുക്കുന്നുണ്ട് അല്ലെ. അതായത് മൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഫ്രീഡം, ഒരിക്കലും കുട്ടികളെ നമ്മൾ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർക്ക് യഥാർത്ഥമായിട്ടുള്ള അവരുടെ ചലനം നമുക്ക് സാധ്യമാക്കാൻ പറ്റില്ല. പക്ഷെ എന്താണ് അവരെ നമ്മൾ പിടിച്ചുവിടാതെ പറഞ്ഞ് ഫീൽ ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, കുട്ടികളില് സ്വതന്ത്രപൂർവ്വമായിട്ടുള്ള ചലനം ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ശരിക്കും പറഞ്ഞാൽ മോണ്ടിസോറിയിൽ തന്നെയാണ് അത് വരുന്നത്. കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫീൽ ഫ്രീ ആയിട്ട് എന്താണ് മൂവ് ചെയ്യാനായിട്ട് ഈ ഒരു മോണ്ടിസോറി അറ്റ്മോസ്ഫിയർ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഫീൽ ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് വേണ്ടത്. നിങ്ങൾ ആരെങ്കിലും അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മുറുക്കി പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ ബോഡി ഫീൽ ഫ്രീ ആയി നിൽക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, നടക്കാനും ഇരിക്കാനും ചോടാനും ചാടാനും എന്ത് മൂവ്മെന്റ്സ് ആണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അവിടേക്ക് നമുക്ക് ആദ്യം എന്താ വേണ്ടത്, ഫ്രീഡം ആവശ്യമാണ് അല്ലെ. യെസ്, അപ്പോ മൂവ്മെന്റിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, സ്വാതന്ത്ര്യം. സ്വതന്ത്രപൂർവ്വമായിട്ട് കുട്ടികൾക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഓക്കെ, യെസ്. ഇനി നമ്മൾ പറഞ്ഞു കുട്ടി ഇപ്പോ നമ്മൾ പറഞ്ഞില്ലേ ഇടയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം നോക്കുന്ന കുഞ്ഞ് കമിഴ്ന്ന് എടുക്കുന്നത് നിങ്ങൾ കണ്ടു എന്ന് പറഞ്ഞില്ലേ, കമിഴ്ന്ന് എടുക്കുന്നു. പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ പിടിച്ചു വെക്കുന്നു. ഇതൊക്കെ പെട്ടെന്നാണ് സംഭവിക്കുന്നത് അല്ലെ. നമ്മൾ പ്ലാൻ ചെയ്തിട്ടാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇന്ന ദിവസം കുഞ്ഞ് എഴുന്നേറ്റ് നിൽക്കും, ഇന്ന ദിവസം ഇരിക്കും എന്നൊക്കെ നമുക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇന്ന ദിവസം ഇന്ന ടൈമില് ഒരിക്കലും ഇല്ല. പറയൂലേ, പ്ലാൻ ചെയ്തിട്ടാണ് ഇത് നടക്കുന്നത്. അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് ഈ മൂവ്മെന്റിന് പറയുന്ന മറ്റൊരു പേര് എന്താണ്, അല്ലെങ്കിൽ മറ്റൊരു ആസ്പെക്ട്സിൽ പറയുകയാണെങ്കിൽ ഇതിനെ ഡിവൈൻ മൂവ്മെന്റ് എന്ന് പറയും. അതായത് മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ഡിവൈൻ ഡെവലപ്മെന്റ്. അതായത് നമുക്കറിയാം എന്താ പറയുക, ഒരു ദൈവികമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും അല്ലെ. ഇതെപ്പോഴാണ് നമ്മളിൽ എവിടെ ഒരു പോസിറ്റീവ് ആയിട്ട് എന്തോ ഉണ്ട്, ആ ഒരു പോസിറ്റീവ് എനർജിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ എന്തെടുക്കുന്നത്, നമ്മൾ ശാരീരിക ചലനങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് മൂവ്മെന്റിൽ നമ്മൾ ഡിവൈൻ ഡെവലപ്മെന്റ് എന്ന രീതിയിലാണ് മോണ്ടിസോറികൾ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് ശരീരം പെട്ടെന്നാണ് ഇതിലെല്ലാം ഈ നമ്മളുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ മൂവ്മെന്റ്സും പെട്ടെന്ന് സംഭവിക്കുന്നതാണ് അല്ലെ. ഇപ്പൊ എന്റെ കണ്ണിൽ വന്ന ഈ സംഭവം ഇത് പെട്ടെന്ന് കിടന്നത് ഞാൻ പ്ലാൻ ചെയ്തിട്ട് വെച്ചതാണോ? ഒരിക്കലും അല്ല അല്ലെ. എന്റെ കണ്ണ് നല്ല രീതിയിൽ സിസ്റ്റത്തിലൊക്കെ മൂവ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എനിക്ക് കിട്ടിയ ഒരു ഡിഫക്റ്റ് ആണ്. ഓക്കെ, അതൊക്കെ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്യുന്നില്ല. നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു മൂവ്മെന്റ്സ് പോലും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ പ്രഗ്നൻസി ടൈം അല്ലെ. പ്രഗ്നൻസി ടൈമിൽ ആ ഒരു 9 months നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. 9 months നമ്മളിപ്പോ പ്രഗ്നന്റ് ആയി, ആ 9 months കുഞ്ഞ് ഡെലിവേർഡ് ആവുന്നത് വരെ നമുക്ക് ആ ഒരു മൂവ്മെന്റ് പോലും എപ്പോഴാണെന്ന് പോലും അറിയുന്നില്ല അല്ലെ. കുഞ്ഞെപ്പോ ജനിക്കുന്ന പോലും നമ്മൾ പ്ലാൻ ചെയ്തിട്ടല്ല അതൊന്നും നടക്കുന്നത്. ആ ഒരു മൂവ്മെന്റ്സ്, നമ്മളുടെ ആ ഒരു ലേബർ പെയിൻ വരുന്ന മൂവ്മെന്റ്സുകൾ, ഇതെല്ലാം തന്നെ എന്താണ്, ശാരീരിക, അതായത് എന്തോ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു പോസിറ്റീവ് എനർജിയുടെ കണക്ഷൻ മൂലമാണ് ശാരീരിക ചലനങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനാൽ തന്നെ ഇതിനെ ഡിവൈൻ മൂവ്മെന്റ്, ഡിവൈൻ ഡെവലപ്മെന്റ് എന്ന രീതിയിലാണ് മോണ്ടിസോറി പറയുന്നത് കേട്ടോ. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. കണ്ടോ നിങ്ങള്, മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ഡിവൈൻ ഡെവലപ്മെന്റ്. കണ്ടോ, ആ ഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണം, ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. ഇനി നമ്മുടെ ശരീരത്തിൽ ഒരു പേശി മാത്രം പ്രവർത്തിച്ചാൽ ബാക്കി എല്ലാ പ്രവർത്തനവും നടക്കും. ഒരു പേശി മാത്രം, നമ്മുടെ ശരീരത്തിൽ ഒരു പേശി മാത്രം പ്രവർത്തിച്ചാൽ ബാക്കി എല്ലാ ചലനവും നടക്കുമോ? ഇല്ല. മാം ഏത് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞേ? ഡിവൈൻ മൂവ്മെന്റ് കണ്ടോ? നോക്കാൻ പറ്റുള്ളൂ. ഈ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ കാണാൻ പറ്റും. മോറോവർ മൂവ്മെന്റ് ഈസ് കണക്റ്റഡ് ടു ഡിവൈൻ ഡെവലപ്മെന്റ്. ആ ഭാഗം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 7ാമത്തെ ലൈനാ വരുന്ന പാരഗ്രാഫിൽ. 7th ലൈൻ. ഓക്കെ.
യെസ്. അപ്പൊ എന്താണ് നമ്മുടെ ഒരു പേശി മാത്രമല്ല, എല്ലാ പേശികളും ഉണർന്നിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്താണ് ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ, മൂവ്മെന്റ്സ് സാധ്യമാവുകയുള്ളൂ അല്ലെ. അല്ല ഒരു പേശി മാത്രം എടുക്കുന്നതിന്റെ ഒരു പേശി മാത്രം പ്രവർത്തിക്കുന്നതിന് ബാക്കി പേശി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്താണ് ആ ഒരു ഭാഗത്തിന് എന്തായിരിക്കും വരുന്നത്, നിശ്ചലാവസ്ഥയായിരിക്കും അല്ലെ. ആ ഭാഗം നമ്മളിപ്പോ ഒരു വശം തളർന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരു വശം തളർന്നു പോയ ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങള്? അതിന്റെ പ്രത്യേകത എന്താണ്? എന്താണ് പ്രത്യേകത? ഒരു വശം അവർക്ക് മൂവ്മെന്റ് ഒന്നും അറിയാൻ പറ്റത്തില്ല, തൊട്ടാലും ഒന്നും അറിയത്തില്ല. യെസ്. അതായത് അവര് മൊത്തത്തിൽ അവരുടെ പേശി ചലനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് അല്ലെ. അപ്പൊ അതിനകത്ത് തന്നെ എന്താണ് അവിടേക്കുള്ള എല്ലാ സിഗ്നൽസും കട്ടായി. അതായത് എന്തെങ്കിലും ശാരീരിക തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ വന്നത് കൊണ്ടായിരിക്കും, എന്തെങ്കിലും ഡിഫിക്കൽട്ടി സിറ്റുവേഷൻസിലായിരിക്കും അത് സംഭവിച്ചിരിക്കുന്നത്, സ്ട്രോക്കോ മറ്റെന്തെങ്കിലും വന്നിട്ടാണ്. അപ്പൊ തന്നെ നമുക്ക് എന്താ മനസ്സിലാവും, അപ്പൊ ഒരു പേശി മാത്രം പ്രവർത്തിച്ചാൽ നമുക്ക് പൂർണ്ണമായ മൂവ്മെന്റ് ഒരാളും ഉണ്ടാവില്ല. അതായത് എല്ലാ പേശികളും ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, മൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ചലനം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. നമ്മളിൽ മൂവ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, മൂവ്മെന്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം നിശ്ചലമായി അല്ലെ. മൂവ്മെന്റ് ഇല്ലാതെ വെറും പ്രതിഭകളായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ്സ് ഇല്ല, മൂവ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടായത് അല്ലെ. നമ്മളിൽ ശാരീരിക മാറ്റങ്ങൾ മാനസിക മാറ്റങ്ങൾ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് മൂവ്മെന്റ്സ് ഉണ്ടായത്. അപ്പൊ അതിനാൽ തന്നെ മൂവ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. യെസ്. ഇനി നമ്മൾ ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ നിങ്ങൾ? സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാരെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടോ? സ്പിരിച്വൽ ടെൻഡൻസി ഉള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇപ്പൊ ആത്മീയ ഗുരുക്കന്മാര്, സന്യാസിമാര്, അവരുടെയൊക്കെ പ്രത്യേകത എന്താണ്? അവർ ഏറ്റവും കൂടുതൽ ആത്മീയ ഊർജത്തെയാണ്, അതായത് നമ്മുടെ ഉള്ളിൽ ഒരു ഇന്നർ ആയിട്ടുള്ള ഒരു എന്താ പറയുക എനർജി ഉണ്ട്. അത് എല്ലാവരെയും കണ്ടെത്താൻ പറ്റുന്നത്. അതായത് നമ്മുടെ ശാരീരിക ചലനങ്ങളിലുള്ളത് നമ്മളുടെ എല്ലാവർക്കും എന്താ ഒരു ഡിവൈൻ എനർജി എന്ന് പറയുന്ന സംഭവം ഉണ്ട്. പക്ഷെ അതെല്ലാവരിലും ഉണ്ടാകണമെന്ന്, എല്ലാവരിലും ഡെവലപ്പ് ചെയ്യണമെന്നില്ല. എന്തുകൊണ്ടാണ് എല്ലാവരിലും ആ ഒരു സ്പിരിറ്റ് ഡെവലപ്പ് ചെയ്യാത്തത്? നമ്മൾ ഓൾറെഡി ഇൻഡിവിജ്വൽ ഡിഫറൻസിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഇന്റലിജൻസ് എന്നൊരു ഭാഗം അല്ലെ. പലർക്കും എന്താണ് പല രീതിയിലുള്ള ഇന്റലിജൻസ് ആണ് അല്ലെ. ബുദ്ധി എന്ന് പറയുന്നത് പലർക്കും പല രീതിയിലാണ്. ചിലർക്ക് മ്യൂസിക്കൽ ഇന്റലിജൻസ് ആണ്, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്, നേച്ചർ ഇന്റലിജൻസ് ആണ്. അങ്ങനെ പഠിച്ചു നോക്കുന്നില്ലേ നമ്മള്? അങ്ങനെയുണ്ടോ? നിങ്ങൾ ഇങ്ങനെ മിണ്ടാതിരുന്നാൽ ഞാൻ എങ്ങനെ ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ് എടുക്കും? മാം പഠിച്ചത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട് സർ. എവറി പേഴ്സൺ ഈസ് യൂണിക് ആൻഡ് ഇന്റലിജൻസ് ഓൾസോ യൂണിക്. യെസ്. അപ്പൊ ഇവർക്ക് എന്താണ്, ഇവരെ സംബന്ധിച്ച് ഈ ഗുരുവര്യന്മാര്, സന്യാസിമാരെ സംബന്ധിച്ച് അവർക്കൊരു ആന്തരികമായ ഒരു ഊർജ്ജമാണ്. അതായത് അവർക്ക് മനസ്സുകൊണ്ടാണ് അവരവിടെ ചലിക്കപ്പെടുന്നത്. അവർക്ക് ചില പ്രവചനങ്ങളൊക്കെ പറയുന്ന കണ്ടിട്ടില്ലേ നിങ്ങള്? അവിടെ ചിലപ്പോൾ കണ്ണടച്ചിട്ടുണ്ടായിരിക്കും, അവിടെ പ്രത്യേകിച്ച് മൂവ്മെന്റ്സ് ഇല്ല, അവരുടെ മനസ്സ് മാത്രമാണ് മൂവ് ചെയ്യുന്നത്, ശാരീരിക ചലനങ്ങൾ നിശ്ചലമാണ് അവിടെ. പക്ഷെ എന്താണ്, അവർക്ക് അങ്ങനെയുള്ള ഒരു പവർ ഉണ്ട്. കാരണം എന്താണ്, ആന്തരികമായിട്ട് അവര് എന്താ പറയാ വർഷങ്ങളോളം തപസ്സിരുന്ന ആ ഒരു മെഡിറ്റേഷൻസിലൂടെ രൂപപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ബോഡി മൂവ്മെന്റ്സിനേക്കാൾ കൂടുതൽ അവരെന്താണ് അവിടെ ഉപയോഗിക്കുന്നത്, മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ മനസ്സിൽ ആന്തരികമായിട്ടുള്ള എനർജി ഉപയോഗിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ ചെയ്യുന്നത്. അത് ഒരുപാട് വർഷത്തെ പ്രയത്നങ്ങൾ അല്ലെങ്കിൽ വർഷത്തോളം ഉള്ള എന്താ പറയാ ഇതുപോലെ വ്രതമൊക്കെ എടുത്ത് അല്ലെങ്കിൽ എന്താ പറയാ നമ്മള് കുറെ വർഷം ഇങ്ങനെ നിൽക്കുന്നതിന് എന്താ പറയുന്നത്? വ്രതം അല്ലല്ലോ, വേറൊരു പേര് പറയുമല്ലോ. വെരി ഗുഡ്. തപസ് ഒരു മെഡിറ്റേഷൻ ആണല്ലേ ശരിക്കും. ആ മെഡിറ്റേഷന്റെ ഭാഗമായിട്ട് അവരിൽ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ ഊർജ്ജം എന്ന് പറയുന്ന ആന്തരികമായ ഊർജ്ജങ്ങളാണ്. അതായത് ഡിവൈൻ ആയിട്ടുള്ള അവർ ഈ കഠിന തപസ് പോലെ എന്താണ് ആത്മീയമായ ഊർജ്ജമാണ് അവർക്ക് കൂടുതലായിട്ടും ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ ആത്മീയ ഊർജ്ജത്തിൽ നിന്നാണ് പല പ്രവചനങ്ങളൊക്കെ അവർ പറയുന്നത്. മാനസികമായിട്ട് അവര് കൈക്കൊള്ളുന്ന ഒരു ശക്തിയുടെ ഭാഗമായിട്ടാണ് അവർക്ക് അത്തരത്തിലുള്ള മാനസിക മൂവ്മെന്റ്സ് സംഭവിക്കുന്നത് കേട്ടോ. അത് ഇത്തരം കുറച്ചുകൂടി ഹൈ ഇന്റലിജൻസ് ഉള്ള അല്ലെങ്കിൽ നേച്ചർ ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താ പറയാ ഇങ്ങനെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വ്യക്തികളുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അങ്ങനെയുള്ളവരിൽ അത് വരാനുള്ള സാധ്യത കാണാം. ടെലിപ്പതി വരുമോ അതിനകത്ത്? ടെലിപ്പതി വരുമോ? ടെലിപ്പതി വരും. എക്സ്ട്രാ പെർസെപ്ഷൻ ഉള്ള കാര്യങ്ങളല്ല അതൊക്കെയാണ്. ടെലിപ്പതി വരും കേട്ടോ. അത് എല്ലാവരിലും അല്ല, ചിലവരിൽ മാത്രം. യെസ്. നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്?
ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആത്മീയമായ ഊർജ്ജത്തെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു മൂവ്മെന്റിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഫ്രീഡം ആണെന്ന് പറഞ്ഞു അല്ലെ. നമുക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റണം അല്ലെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു കുറച്ച് ലിമിറ്റേഷൻസ് വരാനായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പുതിയ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽട്ടീസ് വരുന്ന സമയത്ത് എന്താണ് നമുക്ക് നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ചില സമയത്ത് കുട്ടികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു കുഞ്ഞ് കരയുമ്പോ അല്ലെങ്കിൽ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ നമ്മൾ എടുത്ത് ഒക്കത്ത് വെക്കാറുണ്ട് അല്ലെ, നമ്മൾ മടിയിൽ എടുത്തൊക്കെ വെക്കാറുണ്ട്. പക്ഷെ കുട്ടി എന്ത് ചെയ്യാറുണ്ട്, അവിടെ നിന്ന് എങ്ങനെയോ താഴെ ഇറങ്ങാതെ പരിശ്രമം ചെയ്യാറുണ്ട് അല്ലെ. നമ്മൾ ബഹളം വെക്കും, ഒച്ചയെടുക്കും, കരയും, ചെറിയ കുഞ്ഞുങ്ങള്. പിന്നെ നമ്മൾ താഴെ ഇരുത്തി കഴിയുമ്പോൾ എന്താണ് കരച്ചില് മാറാറുണ്ട് ചില കുട്ടികൾക്ക് അല്ലെ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ഓൾറെഡി അവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അതിന്റെ ഇടയിൽ ചെന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ആ ഫ്രീഡത്തിന്റെ ഇടയിൽ പോയി എടുത്ത് കുഞ്ഞിനെ നമ്മൾ ബലമായിട്ട് പിടിച്ചു വെച്ചു. അവിടെ എന്താണ് കുഞ്ഞ് ഓൾറെഡി ആ ഒരു ഫീൽ ഫ്രീ ആയ ഒരു മൂവ്മെന്റിൽ അവൻ അത് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയിൽ പോയാണ് എന്താ നമ്മളത് ബ്രേക്ക് ചെയ്തത്. ആ ഒരു സമയത്ത് കുട്ടിയിൽ ഉണ്ടാവുന്ന മാനസിക വ്യതിയാനം മൂലമാണ് കുഞ്ഞവിടെ കരഞ്ഞത്. അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടോ? അറിയോ? ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർക്കുന്നുണ്ടോ നിങ്ങള്? കുട്ടിയുടെ മുകളിൽ ചെറുതാണ്, അവൾ അങ്ങനെയാ, എവിടെയും പിടിച്ചു വെക്കാൻ പറ്റില്ല, ഇങ്ങനെ കണ്ടിന്യൂസ് ആയി നടന്നുകൊണ്ടേയിരിക്കണം. അപ്പൊ മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ചലന സ്വാതന്ത്ര്യം ആവശ്യമാണ് അല്ലെ. അതായത് ചലന സ്വാതന്ത്ര്യം മൂവ്മെന്റിൽ ആ ഒരു ഇൻഡിപെൻഡന്റോട് കൂടി കുട്ടികൾ പഠിക്കുമ്പോൾ മാത്രമേ കുട്ടികൾ എന്തുണ്ടാവുള്ളൂ, കുഞ്ഞ് പഠിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് അവർ ലേൺ ചെയ്തു അല്ലെ. അവിടെ നമ്മളൊരു എന്താ പറയാ, ഇപ്പൊ എന്തിനെ കുറിച്ച് പഠിപ്പിക്കാനാണെങ്കിലും ഒരിക്കലും കുട്ടികളെ കൺട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലേസിൽ പ്രഷറൈസ് ചെയ്ത് പഠിക്കുമ്പോഴും എന്താണ് കുട്ടിക്ക് അത് പഠിക്കാൻ പറ്റില്ല. ഇപ്പൊ എന്ത് തരം ആക്ടിവിറ്റീസ് ആണ്. പക്ഷെ അവരെ നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടുകയാണെങ്കിലോ, അവര് സമയം എടുത്തിട്ടാണെങ്കിൽ കൂടി അവര് മൂവ് ചെയ്ത് തന്നെ എന്താണ് ആ ചലന സ്വാതന്ത്ര്യത്തോടെ പഠിക്കുമ്പോൾ മാത്രമേ കുട്ടിയിൽ കൂടുതലായിട്ടുള്ള ഊർജ്ജം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മളിപ്പോ മോണ്ടിസോറി അപ്പാരറ്റസ് കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ കുട്ടികൾ തന്നെ അത് വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുക അല്ലെ. അപ്പൊ അവർക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിസ്സാരമല്ല, ഭയങ്കര ഹൈ ലെവലുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. അതായത് ഇപ്പൊ പിങ്ക് ടവർ കൊടുക്കുക, ബ്രൗൺ സ്റ്റാർ കൊടുക്കുന്ന സമയത്ത് എന്താണ് അവർ വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള കാരണം എന്താണ്, റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനുള്ള കാരണം എന്താണ്, അവർക്ക് അവിടെ ചെയ്യുന്നതിനനുസരിച്ച് അവർ എനർജി ഫീലിംഗ് കിട്ടുകയാണ്. അതായത് ഓൾറെഡി ഭയങ്കര ഫീൽ ഫ്രീ ആയിട്ടാണ് നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ പിന്നീട് അത് ആവർത്തിക്കാനായിട്ടൊരു ടെൻഡൻസി മിക്സ്ഡ് ആണ് അല്ലെ. മൂവ്മെന്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, പ്രവണത ഉണ്ടാവണം. നമ്മുടെ ശാരീരികമായിട്ട് പ്രവണത തോന്നണമെങ്കിൽ നമുക്ക് അതിനോട് അട്രാക്ഷൻ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് കുട്ടികളെ സ്വാധീനിക്കുന്ന എന്താണ്. അപ്പൊ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രം, പ്രത്യേകിച്ച് ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കുട്ടികൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ മാത്രമേ കുട്ടികൾക്ക് എന്താണ് ആ ഒരു കാര്യം ഏത് ആക്ടിവിറ്റീസ് ആണെങ്കിലും അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങൾക്ക് അത് സാധിക്കും. ഓക്കെ, പിന്നെ സ്വയം ചെയ്യുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ, നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും അല്ലെ. സ്വയം മൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു നടക്കുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും. നിങ്ങൾ ആരെങ്കിലും പിടിച്ചു കിടക്കുമ്പോ നിങ്ങൾക്ക് തനിയെ നടക്കാൻ ഇഷ്ടപ്പെടുന്നത്, എല്ലാവരും തനിയെ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. എന്തുകൊണ്ടാണ്? സ്വന്തമായിട്ട് ചലിക്കുന്ന ചലനത്തെക്കാൾ മറ്റൊന്നും വേറെയില്ല. അതായത് പ്രഷറൈസ് ചെയ്തോ അല്ലെങ്കിൽ നമ്മളെ ബലം പിടിപ്പിച്ച് ചെയ്യുന്ന ബലപ്രയോഗം പോലുള്ള ചലനങ്ങളൊന്നും തന്നെ എന്താണ് നമ്മളിൽ അധികം കാലം നിലനിൽക്കില്ല അല്ലെ. ഒരിക്കലും നമ്മൾ എന്താണ് എല്ലാവരും ആഗ്രഹിക്കുന്ന എന്താണ് സ്വയം സ്വതന്ത്രമായും ചലിക്കാൻ. ഒരു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വതന്ത്രമായി ചലിക്കാനാണ് എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കപ്പെടുന്നത്. ഓക്കെ, യെസ്. ഇനി ഈ ചലനം നമ്മളിൽ ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത് എന്താണ്, മൂവ്മെന്റ് തന്നെയാണ് അല്ലെ. എന്തെങ്കിലും കാര്യം ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മള് ബ്രെയിൻ സിഗ്നൽ തരാറുണ്ട് ചെയ്യണ്ട അല്ലെ. നമ്മൾ എന്തെങ്കിലും എടുക്കാൻ പോകുന്ന സമയത്തോ പിടിക്കാൻ പോകുന്ന സമയത്തോ അത് വേണ്ട എന്നൊരു നിർദ്ദേശം നമുക്ക് കിട്ടാറില്ലേ? എങ്ങനെയാണ് അത് കിട്ടുന്നത്? പെട്ടെന്ന് എവിടെ നിന്നും നമുക്കൊരു നിർദ്ദേശം അത് വേണ്ട, എവിടെ നിന്ന് വരുന്നത്? നമുക്കത് അപകടകരമായിട്ടുള്ള എന്തെങ്കിലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എന്താണ് നമുക്ക് അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തിനെ നമ്മളെ സ്വയം നിയന്ത്രിക്കാൻ, അതായത് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് അല്ലെ. അതാണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലെ. ശരീരത്തിനെ സ്വയം നിയന്ത്രിക്കാനും പാകപ്പെടുത്താനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്? മൂവ്മെന്റിലുണ്ട്. അതായത് എപ്പോ മൂവ് ചെയ്യണം എപ്പോ മൂവ് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ബ്രെയിൻ ആണ് അല്ലെ. യെസ്. അപ്പൊ ബ്രെയിനും മൂവ്മെന്റും തമ്മിലുള്ള ആ ഒരു കണക്ഷൻ നമുക്കത് പറഞ്ഞറിയിക്കുന്നതിലും കൂടുതൽ അത് സ്പീച്ച്ലെസ് ആണ്. അതായത് നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര രീതിയിലാണ് മൂവ്മെന്റ്സും ബ്രെയിൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കുഞ്ഞിന്റെ ആണെങ്കിൽ ഒരു മനുഷ്യ ജീവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ആ ഒരു
ഭൂമിയിലോട്ട് വന്നത് മുതലുള്ള ചലനങ്ങൾ അല്ലെ, അതിലേക്ക് വന്നത് മുതൽ ഇപ്പൊ നമ്മുടെ ഈ ഗർഭാവസ്ഥയിൽ മൂലം നമ്മള് പ്രഗ്നൻസി ടൈമിൽ കുട്ടികൾ മൂവ് ചെയ്യുന്നില്ലേ? പ്രഗ്നൻസി ടൈമിൽ മൂവ് ചെയ്യുന്നുണ്ടോ? മൂവ്മെന്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ തന്നെ നമുക്ക് എന്തുണ്ട്? മൂവ്മെന്റ് ഉണ്ട്. കുഞ്ഞിനെ സംബന്ധിച്ചുള്ള ഓരോ കാര്യങ്ങളും ഫോം ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ട് കുഞ്ഞ് മൂവ് ചെയ്യാൻ പഠിക്കുന്നു അല്ലെ. അതായത് ഒരു എൻവയോൺമെന്റിലേക്ക് വരുന്നതിന് മുൻപ് അവൻ മറ്റൊരു ലോകത്ത് അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് എന്താണ് അവനില്ല ഫ്രീ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് സാധ്യമായിരുന്നു അല്ലെ. ദെൻ അതിനുശേഷമാണ് എന്താ ബാക്കി അവന്റെ എല്ലാ ഓർഗൻസും ഫുൾഫിൽ ആയതിനു ശേഷം അവൻ പുറം ലോകത്തേക്ക്, അതായത് എൻവയോൺമെന്റുമായിട്ട് പൊരുത്തപ്പെട്ട് വരുന്നതും എൻവയോൺമെന്റുമായി പൊരുത്തപ്പെടാനുള്ള കാരണം എന്താണ്? അവൻ മൂവ്മെന്റ് സാധ്യമാവുന്നത് കൊണ്ട് അല്ലെങ്കിൽ ബ്രെയിൻസ് നടക്കുന്ന സിഗ്നൽസിന്റെ ഭാഗമായിട്ടാണ് കുട്ടിയിലെ ആ ഒരു വളർച്ച ഡെവലപ്മെന്റ്സ് ഒക്കെ സംഭവിക്കുന്നത് കേട്ടോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ശരീരത്തിന് സ്വയം നിയന്ത്രിക്കാനുള്ള കപ്പാസിറ്റി കൊടുക്കുന്നത് ആര് തന്നെയാണ്? ബ്രെയിൻസ് ആണ്. ശരീരത്തിനെ നിയന്ത്രിക്കാനും പാകപ്പെടുത്താനായിട്ടുള്ള സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് ബ്രെയിൻസ് ആണ് കേട്ടോ. And in short, movement leads to muscle improvement, stimulus, the mind and feeling develop independence, concentration, confidence, language, leads to normalization and totality result in healthy body and mind. ഇനി നമ്മുടെ ഇമ്പോർട്ടൻസിന് വളരെ ഷോർട്ട് ആയിട്ട് പറഞ്ഞ മൂവ്മെന്റ് ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മുടെ മസിൽസിന്റെ ഇംപ്രൂവ്മെന്റ്സിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ മൈൻഡ്, ബോഡി, ഫീലിങ്സിനെല്ലാം. അതായത് മൂവ്മെന്റ് പോലെ ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? മസിൽസിന് ഇംപ്രൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ ബോഡി, മൈൻഡ്, ഫീലിങ്സ് കോർഡിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ, സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. നമുക്ക് സ്വാതന്ത്ര്യം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കോൺസെൻട്രേഷൻ, ശ്രദ്ധ ഉണ്ടാവുന്നു, കോൺഫിഡൻസ് ഉണ്ടാവുന്നു. ഓക്കെ, കോർഡിനേഷൻസ്, അതായത് ശരീരത്തിന് ബാലൻസ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. നമ്മൾ പല രീതിയിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റ് പോലുള്ള ഇതെല്ലാം ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിലും അത് പറയണമെങ്കിലും അവിടെയൊക്കെ എന്താണ്? നമ്മുടെ മൂവ്മെന്റിന്റെ സഹായത്തോടെ അല്ലെങ്കിൽ നമ്മുടെ ഈ മൗത്ത് മൂവ്മെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഈ ജോയിന്റ്സ് ഒക്കെ കൃത്യമായിട്ട് നാക്കും അല്ലെങ്കിൽ നമ്മുടെ പല്ലുകളൊക്കെ കൃത്യമായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു വാക്ക് പറയാനായിട്ട് സാധിക്കുന്നത് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ആദ്യം മുതൽ ഏതെങ്കിലും ഒരു വാക്കുകൾ പറഞ്ഞു കൊടുക്കുമ്പോൾ കൃത്യമായിട്ടാണോ ഇതൊക്കെ പറയുന്നത്? കുട്ടികള് അമ്മയെന്ന് വിളിക്കുന്നത് കൃത്യമായിട്ടാണോ ആദ്യകാലങ്ങളില്? അല്ല. പിന്നെ ഇവിടത്തേക്ക് മൂവ്മെന്റ്സ്, നമ്മുടെ ഈ പേശികളുടെയൊക്കെ മൂവ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് വരുന്ന സമയത്ത് എന്താണ്? അമ്മേന്ന് കറക്റ്റ് ആയിട്ട് വിളിക്കും അല്ലെ. ചില കുട്ടികൾ അച്ഛാന്നായിരിക്കും ആദ്യം വിളിക്കുന്നത്, എന്നിരുന്നാൽ പോലും അല്ലെ. അപ്പൊ ഇതിനെല്ലാം സഹായിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ നോർമലൈസേഷൻ എന്നൊരു ചാപ്റ്റർ പഠിച്ചതാണോ? ഡീവിയേഷൻ, നോർമലൈസേഷൻ ഒരു മനുഷ്യ ശരീരത്തെ എടുത്തു കഴിഞ്ഞാൽ അവന്റെ ബോഡിന്റെ മൈൻഡിനെ നിയന്ത്രിക്കുന്നതിൽ അല്ലെങ്കിൽ ഈ അവന് ഏറ്റവും നല്ലൊരു ജീവിതം സുഗമമാകണമെങ്കിൽ അവന് പൂർണ്ണമായിട്ട് എന്തുണ്ടായിരിക്കണം? മൂവ്മെന്റ്, ചലനം ഉണ്ടെങ്കിൽ മനുഷ്യനായിട്ട് നമുക്ക് അവനെ പ്രഖ്യാപിക്കാൻ, മനുഷ്യനായിട്ട് അവനെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഇപ്പറഞ്ഞ സാധനങ്ങൾ, അതായത് മൂവ്മെന്റ്, ചലനം എന്ന് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്താണ്? ഇപ്പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരേപോലെ, അതായത് നമ്മുടെ എല്ലാ പേശികളും ഒരേപോലെ ചലിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ചലനം ഉണ്ടാവുള്ളൂ അല്ലെ, ചലിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഒരേപോലെ പ്രവർത്തിക്കുമ്പോൾ മാത്രം ഇപ്പറഞ്ഞ കോൺസെൻട്രേഷൻ ആണെങ്കിലും കോൺഫിഡൻസ് ആണെങ്കിലും ദെൻ ഒരു ഹെൽത്തി ബോഡി, മൈൻഡ് ഒക്കെ നമുക്ക് വരണമെങ്കിൽ എന്താണ്? യഥാർത്ഥ മൂവ്മെന്റ്, അതായത് മറ്റു ഡിഫിക്കൽട്ടീസോ റിസ്കുകളോ ഒന്നും ഇല്ലാതെ സാധാരണ ഫ്രീ ആയിട്ടൊരു മൂവ്മെന്റ് ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് അതിലൊരു ചലനം എന്ന രീതിയിൽ അതിനെ അർത്ഥമാക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഒരു ഹെൽത്തി ബോഡി, മൈൻഡ് ഉണ്ടാവണമെങ്കിൽ അയാളുടെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കണം? ഏറ്റവും ഫ്രീ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ആയിരിക്കണം അല്ലെ. അതായത് യാതൊരു തടസ്സങ്ങളോ ഒന്നുമില്ലാതെ തന്നെ ഫ്രീ ആയിട്ട് അയാൾക്ക് ഫീൽ ഫ്രീ ആയിട്ടുള്ള രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈൻഡും ബോഡിയും അയാൾക്ക് ഉണ്ടാകുള്ളൂ. ഓക്കെ, ഇതാണ് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് പോയിന്റ് ഔട്ട് ചെയ്യാവോ? ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്ന ഇമ്പോർട്ടൻസുകൾ എന്തൊക്കെയാണെന്നാണ് ടീച്ചർ പറയുന്നത്. ഒന്ന് ബ്രീഫ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഒന്ന്, ചലനത്തിന്റെ പ്രാധാന്യം എന്തൊക്കെയാണെന്ന് വരുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനാണ് ഇത് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അപ്പൊ പോയിന്റ് ഔട്ട് ചെയ്യാം, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയാൻ കാരണം എന്താണ്? ബ്രെയിൻസിന്റെ ആ ഒരു സ്വാധീനം മൂലമാണ് നമ്മളിൽ എല്ലാ മൂവ്മെന്റ്സും നടക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ ഈ ചലനം എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ആസ്പെക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റിൽ പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പർപ്പസ്ഫുൾ ആയിട്ട് ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എഴുതാ പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. Then third one, coordination and concentration. Coordination and concentration. Coordination and concentration. Coordination and concentration. Fine motor developments. Fine motor developments. Fine motor developments. Fine motor developments. Okay, importance of movement എന്തൊക്കെ വരുന്നുണ്ട്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പർപ്പസ്ഫുൾ ആക്ടിവിറ്റി. നല്ലൊരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് പർപ്പസ്ഫുൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ സാധിക്കുള്ളൂ. ദെൻ കോർഡിനേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ. മൂവ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാന ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? കോർഡിനേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ആവശ്യമാണ്. അതേപോലെ തന്നെ എന്താണ്, നമുക്ക് ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്മെന്റ്സ് സംഭവിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവണം? മൂവ്മെന്റ് ഉണ്ടാവണം അല്ലെ? ഫൈൻ മോട്ടോർ സ്കില്ല് കുട്ടികളെല്ലാം ഡെവലപ്പ് ചെയ്യുന്ന ഫൈൻ മോട്ടോർ സ്കില്ല് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഫൈൻ മോട്ടോർ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് മൂവ്മെന്റ്സ് അവരെ സഹായിച്ചാൽ, മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്കില്ലുകളെല്ലാം തന്നെ ഡെവലപ്ഡ് ആവുള്ളൂ. ഓക്കെ, അപ്പൊ ഇമ്പോർട്ടൻസിന്റെ ഭാഗത്തിൽ ഈ ഒരു 4 പോയിന്റ് ഒന്ന് ഓർത്തേക്ക് കേട്ടോ. എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് എന്ന് പറയുന്നത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് വരുന്നുണ്ട്, പർപ്പസ്ഫുൾ ആക്ടിവിറ്റി, കോർഡിനേഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റ്, ഫൈൻ മോട്ടോർ സ്കിൽ ഡെവലപ്മെന്റ്സ്. അതൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചേക്കണേ. ബാക്കി നിങ്ങൾ ഞാൻ തരുന്ന മോക്ക് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പഠിക്കുക, ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുക. നെക്സ്റ്റ് സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. എന്താണ് സ്പിരിറ്റ്? എന്താണ് ഫ്ലഷ്? കേട്ടിട്ടുണ്ടോ? സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? സ്പിരിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മദ്യമായിട്ട് ബന്ധപ്പെട്ട സംഭവം. സ്പിരിറ്റ് ഈസ് സോൾ, ആത്മാവ് ആണോ? ആത്മാവും ശരീരമാണ്. അപ്പൊ സ്പിരിറ്റ് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന? സ്പിരിറ്റ് ആണ് ആത്മാവ്. എന്ത് റസ്മിന് എന്താ പറഞ്ഞ? മദ്യം ഒന്നാ? മറ്റേ സ്പിരിറ്റ് ഇല്ലേ, റൺവേയില് പറയുന്ന സ്പിരിറ്റ്. ശരി പറഞ്ഞ സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് എന്ന് പറഞ്ഞ ആത്മീയ മാംസം എന്നാണ് ഇതിന് പറയുന്നത്. മോണ്ടിസോറി പറയുന്ന കുറച്ച് വേർഡ്സുകളാണ് കേട്ടോ, കുട്ടികളെ പറയുന്നതാണ് അത്. ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു മോണ്ടിസോറി, ഡ്യൂറിംഗ് ദ ഇൻഫാന്റ് സ്റ്റേജ്, കുട്ടികളുടെ സ്റ്റേജ് നോക്കണോട്ടെ. ഇൻഫാന്റ് സ്റ്റേജ്. During the infant stage, the child wants to do many things but does not have the power to do it. It is like the spirit is willing but the flesh is weak. The flesh stands for the almost absolute complexity of voluntary muscles with which we are endowed. They are the materials out of which the child will have to create his instruments. The child at birth lacks of coordination because the development of his nervous system is insufficient. He requires practice to develop his nervous system. It is psychic development which creates movement. Okay. Spirit and flesh. Spirit എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു ആത്മാവാണ് അല്ലെ, അല്ലെങ്കിൽ സോൾ എന്ന് പറഞ്ഞു. അപ്പൊ ഫ്ലഷ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫ്ലഷ് മാംസം. ഓക്കെ, ഈ ഫ്ലഷിൽ സ്പിരിറ്റ് ഉണ്ടെങ്കിൽ മാത്രമല്ല ഇവിടെ മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ, ആണോ? അല്ലെ? അല്ലെങ്കിൽ അതിന് എന്ത് പറയുന്നത്? ഡെഡ് ബോഡി എന്ന് പറയുന്നത് അല്ലെ? നമ്മള് സോൾ ഇല്ലാത്ത ബോഡി. അതെ അതെ. ഓക്കെ, ഒരു മിനിറ്റ് പറയാം. ഓളക്കുരുവാണോ മാം? എന്തോ ഓളയില് കുരുവാണോ? ഓളയിൽ കുരുവിലോ സിസ്റ്റം നോക്കിയതിന്റെ ബുദ്ധിമുട്ടാണ്. സിസ്റ്റത്തിൽ നിന്നുള്ള റേസ് മൂലം ഉണ്ടായ ഇറിറ്റേഷൻ ആണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. ഒരു
2 വീക്സ് ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് കഴിയാണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ തന്നെ എനിക്കുള്ളൂ കുറച്ച് ദിവസത്തേക്ക്. ഞാണെങ്കിൽ ഞാൻ പെട്ടിരിക്കുകയാണ്. 28-ാം തീയതി കോൺവൊക്കേഷൻ ഉണ്ട്, ഡാൻസ് ഉണ്ട്, എക്സാംസ് ഉണ്ട്, നിങ്ങളുടെ ക്ലാസ് തീർക്കണം, എല്ലാം കൂടിയാണ്. കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട് ആ തേഴ്സ്ഡേ മുതൽ ഇങ്ങനെയാണ്, ഈ ഒരു അവസ്ഥയാണ്. എന്തോ സിസ്റ്റം യൂസ് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ ഉണ്ടാവോ? കൺപോളയിൽ ഇങ്ങനെ കണ്ണ് ചൂടുകൂടാണെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നമ്മുടെ ഈ ചെറിയ സിസ്റ്റത്തില് കുറച്ച് റേസ് ഉണ്ടെന്നാ പറയുന്നത്. സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഈ ലൈറ്റ്സ് ഇല്ലേ, ഈ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് രശ്മികൾ നമ്മൾ റേസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പോലും അറിയാണ്ട്. അതിപ്പോ നമ്മുടെ ഫോണിൽ നിന്നാണെങ്കിലും ഉണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ ഞങ്ങൾ യൂസ് ചെയ്യുന്ന സിസ്റ്റം അല്ലേ, ഇപ്പൊ 2 വർഷത്തോളമായിട്ട് കണ്ടിന്യൂസ് സിസ്റ്റം യൂസ് ചെയ്യാണ്. ഇത് മാത്രമല്ല, നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഗൂഗിൾ ഫോംസ് ചെക്ക് ചെയ്യാൻ വേണ്ടി കയറും. ഒരു 3-4-5 വട്ടം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സിസ്റ്റത്തിലാണ് ചെക്ക് ചെയ്യുന്നത്. നല്ല പണിയാണ്. നിങ്ങൾക്ക് 6 പേപ്പേഴ്സ്, അതിൽ 5 പേപ്പേഴ്സ് ഞങ്ങളാണ് തയ്യാറാക്കണം. ഇംഗ്ലീഷ് ടീച്ചറിന് ഒരു പേപ്പർ മാത്രം ഇട്ടാൽ മതി അല്ലേ? അപ്പൊ 6 പേപ്പേഴ്സിൽ ഒരു മിസ്റ്റേക്ക് കൂടാതെ അത് ചെക്ക് ചെയ്ത് ഒരു 3 ടയർ അല്ല 5 ടയർ വരെ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ്. അപ്പൊ ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു റിഫ്ലക്ഷൻ ആണ് ഈ കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ എന്നോട് ചോദിച്ചപ്പോ കോണ്ടാക്ട് ലെൻസ് വെക്കണമെന്ന് പറഞ്ഞു ക്ലാസ് എടുക്കുമ്പോൾ. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നോർമൽ ഗ്ലാസ് ഇല്ലേ, സൺഗ്ലാസ് വെക്കുന്ന പോലെ, സൺഗ്ലാസ് നോർമൽ ഗ്ലാസ്, പ്ലെയിൻ ഗ്ലാസ് പോലെ. പ്ലെയിൻ ഗ്ലാസ്, കോണ്ടാക്ട് ഗ്ലാസ്, അതായത് സിസ്റ്റം യൂസ് ചെയ്യുമ്പോൾ വെക്കുന്ന ഗ്ലാസ് ഇല്ലേ, അത് ഉപയോഗിക്കാനാ പറഞ്ഞത് ചെയ്യണം. അപ്പൊ നിങ്ങളും എല്ലാവരോടും കൂടി ഒരു വാണിംഗ് ആണ് കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്നെങ്കിൽ ശ്രദ്ധിക്കുക. അതിന് ബ്രൈറ്റ്നെസ് കുറച്ചിട്ടാലും നമുക്ക് ഏൽക്കേണ്ട എന്തായാലും ഏൽക്കും. അങ്ങനെയാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിലും ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഇതൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിരുന്ന ആളാണ്. പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒരു ഡിഫിക്കൽട്ടീസ് വരാമെന്ന് പറയുന്ന പോലെ, കാരണം ഞങ്ങൾ ഇതിൽ തന്നെയല്ലേ, നോക്കൊക്കെ ഈ സിസ്റ്റത്തിൽ തന്നെയെന്ന് പറയുന്ന പോലെയാണ് സത്യമായിട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്നതാണ് ഏറ്റവും മാം, എനിക്കും ഇങ്ങനെയായിരുന്നു. കണ്ണ് വിയർത്തിരുന്നു. സിസ്റ്റത്തിലും ഫോണിലും കൂടെ നോക്കിയപ്പോഴേ ഇങ്ങനെയായിരുന്നു. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോ ഒരു സിസ്റ്റത്തിൽ നോക്കാനുള്ള സ്പെക്സ് തന്നു. ഇപ്പൊ ഓക്കെ. ഞാൻ നോക്കുമ്പം വെക്കും, കണ്ണാടി വെക്കും. അത് കഴിഞ്ഞ് യൂസ് ചെയ്യത്തില്ല. കാരണം ഇല്ലെങ്കിൽ നമ്മുടെ കണ്ണ് കറക്കും, കുഴിയും അകത്തോട്ട്. സ്ഥിരം യൂസ് ചെയ്തോണ്ടിരുന്ന കണ്ണ് ഞാൻ സ്ഥിരം ബാങ്കിൽ വർക്ക് ചെയ്തോണ്ടിരുന്നപ്പോ സ്ഥിരം യൂസ് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ കണ്ണ് ഫുള്ള് റൗണ്ടിന് ഇങ്ങനെ കറക്കും, അകത്തോട്ടങ്ങ് കുഴിയും കണ്ണ്. നമ്മള് ജസ്റ്റ് ഇപ്പം സിസ്റ്റത്തിലും ഫോണിലും നോക്കാൻ വേണ്ടി മാത്രം വെക്കും, അല്ലാതെ വെക്കത്തില്ല. ശരി, ഞാനിപ്പോ അടുത്തൊരു ക്ലാസ് റൂം തീർക്കാവുന്നേ ഉള്ളൂ. അപ്പോ ഞാൻ കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് മൺഡേ ചിലപ്പോൾ അശ്വതി വിളിച്ചായിരിക്കും എന്റെ ക്ലാസ് എടുക്കുന്നത്. നെക്സ്റ്റ് മൺഡേ കേട്ടോ. അപ്പൊ നിങ്ങൾ അടുത്ത വീക്കിൽ എപ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നത്? അടുത്ത വീക്കില് എപ്പോഴാണ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ പറ്റുന്നത്? ഏത് ടൈം പറഞ്ഞാൽ മതി. അതായത് രാവിലെ ഇപ്പൊ ഒരു 11:30 നിങ്ങൾക്ക് ഫ്രീ ആവാൻ പറ്റും? 11:30. 12 മണിക്ക് ക്ലാസ് ഉണ്ടാവല്ലോ ഓൾറെഡി. 12 മണിക്ക് അതല്ല, 12 മണിക്ക് വേറെ ക്ലാസ് ഉണ്ടാവല്ലോ നിങ്ങൾക്ക്? അതെ. 10:30 ഏതെങ്കിലും ഞാൻ അറേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. 10:30 അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് PG ഉള്ളതുകൊണ്ടാണ് വെക്കാത്തത്. ഉച്ചയ്ക്ക് ശേഷം 2:30 ക്ലാസ് ഉണ്ടായിരുന്നു. ജിഷ മാമിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു ഇന്ന് 10:30. നോക്കിയിട്ട് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് ഇത്രയും ഭാഗം എടുക്കാനുള്ളൂ. സ്പിരിറ്റ് ആൻഡ് ഫ്ലാഷും ഇത്രയും പോയിന്റ്സ് എടുക്കാനുള്ളൂ. കഴിഞ്ഞു. നമ്മളെ കോൺട്രാക്ട് കഴിഞ്ഞു കേട്ടോ. ഇതുകൂടെ ഉള്ളൂ. പിന്നെ എക്സാമിന്റെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് പറയണം, ഒന്ന് റിവൈസ് ചെയ്യണം. അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ളൂ നിങ്ങളുടെ ഇതില് കേട്ടോ. അപ്പൊ അത് പൊട്ടും നോക്കാൻ പറ്റുന്നില്ല കൂടെ. ഇന്ന് എടുക്കുന്നില്ല കേട്ടോ. സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ് ഒന്നുകൂടി എടുക്കാനുണ്ട്. ഒന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് നല്ലത്. നല്ലൊരു ടോപ്പിക്കാണ് അത്. പിന്നെ അതിന്റെ ബാക്കി എളുപ്പമാണ്. ബാക്കി നല്ല രസമുള്ള ഭാഗങ്ങളാണ്. എല്ലാം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് തന്നെയാണ്.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ എപ്പോഴാന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യും. ഒരു അരമണിക്കൂർ കൂടെ കിട്ടിയാൽ മതി ക്ലാസ്. അപ്പൊ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അതിന് ഇൻഫോം ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇന്നിപ്പോ രാവിലെ 2 ക്ലാസ് കഴിഞ്ഞതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഒന്നും കൂടി കണ്ണ് തീർത്തുള്ളത്. ഇത്ര ഉണ്ടായിരുന്നില്ല രാവിലെ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓ ഞാൻ വിചാരിച്ചു കോളയുടെ മേലെ കുരുവായിരിക്കും, അതാ ചോദിച്ചത്. കണ്ടു അതുപോലെ കഴിഞ്ഞാൽ അങ്ങനെ ഫീൽ ചെയ്യുള്ളൂ. മാമിന്റെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നത്തുള്ളൂ. പോളയിലെ കുരു വന്ന് കാണും. പെയിൻ ഉണ്ടാവൂല്ലേ മാം? ഒന്ന് പറയുമ്പോ 2 ദിവസം കണ്ടാ മനസ്സിലാവില്ല. ഉറങ്ങാനും അല്ല മാം, ഞങ്ങളുടെ ഇവിടെയൊക്കെ ആണെങ്കില് ഈ കണ്ണിന് അസുഖങ്ങൾ, ഈ കൺകുരുവും അതുപോലെ തന്നെ കണ്ണുനീരും അങ്ങനെ എന്തെങ്കിലും ഈ കണ്ണിന് എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അസുഖം വരുമ്പോളേ ഈ നന്ദ്യാർവട്ടം എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അറിയോ? ആണോ? പോയി കണ്ടത്. പക്ഷെ അത് ഋഷിക്ക് നല്ല സുഖമായിരുന്നു, നല്ല തണുപ്പായിരുന്നു. അത് ആ പൂവിനൊരു ചാറുണ്ട്, അതിങ്ങനെ പിഴിഞ്ഞ് കുറെ നേരം ഒഴിച്ച് ചൂട് പിടിച്ചു. പക്ഷെ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ 2 ആഴ്ചത്തോളം ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാ പറയുന്നത്. അത് കഴിഞ്ഞാലേ മാറുള്ളൂ. എന്നിട്ട് നിർത്തുകയാണ് കടിച്ചത്. പറ്റുന്നില്ല അങ്ങോട്ട് നോക്കാൻ. ലീവാണ്, നടത്തേണ്ടിയില്ല, പോവാണ്, ക്ലാസ് ഇല്ല വേറെ. അതുകൊണ്ട് അപ്പൊ നമുക്ക് ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ കൂടി കാണാം അല്ലേ? സമയം മിസ് പറഞ്ഞാൽ മതി. മിസ്സിന് എപ്പോഴും ഓക്കെ പറഞ്ഞ സമയം പറഞ്ഞാൽ മതി. മിസ്സിന് ഓക്കെ സമയം പറഞ്ഞാൽ മതി പറയാ. ഒരു ക്ലാസ് കൂടി ഉണ്ടാവുള്ളൂ. നമുക്ക് എല്ലാവരും കേറാൻ നോക്കണം മാക്സിമം കേട്ടോ. ഒരു ക്ലാസ് കൂടി ഉള്ളൂ. താങ്ക് യു താങ്ക് യു.